ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇപ്പം ഞങ്ങൾക്കും സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഇന്നിപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കല്യാണവും സൽക്കാരങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നനച്ചുളിപ്പണി ആരംഭിക്കുകയാണ്. ഇന്ന് ഫസ്റ്റത്തെ ദിവസമാട്ടോ. അപ്പോൾ ഒക്കെപ്പാടെ ഒരു ദിവസം തന്നെ അങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മടുക്കുമല്ലോ. അപ്പോൾ ഓരോ റൂം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഈ റൂമാണ് കേട്ടോ എടുക്കുന്നത്. ഈ റൂമത്തെ എല്ലാ പരിപാടികളും ഇന്ന് തന്നെയാണ് കഴിച്ചതാണ്. അങ്ങനെ പിന്നെ ഇനി നാളെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്കിങ്ങനെ ഓരോ ദിവസം എടുക്കുകയാണെങ്കിൽ അല്ലാതെ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, പണിയെല്ലാം കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റൂമാണ് കേട്ടോ ആദ്യം. ഇതിലത്തെ തലയണ കവറുകളൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി, ഈ കടക്കയും ഇതൊക്കെ വേണം. മറ്റൊക്കെ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് പൊടിയും അതും ഇതൊക്കെ നമുക്കിവിടെ വെയിൽ ഈ കാലമായി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകാനിടാം. പിന്നെ നമുക്ക് ഈ മെത്തനെ വലിച്ച് ഇവിടേക്കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. ജനൽ അതേപോലെ ഇവിടെ ഒരു റാക്കുണ്ട്. ആ റാക്കുമ്മ ഇനി ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, വേണ്ടാത്തൊക്കെ അങ്ങോട്ട് വെച്ച് അതും വേണം. അങ്ങനെ ഈ റൂമാണ് ആദ്യം തുടങ്ങണത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ നനച്ചുളിപ്പണി തുടങ്ങിയോ? എല്ലാവർക്കും ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ എടുക്കുക നല്ലത്. ഒക്കെപ്പാടെ നമ്മൾ നോമ്പ് അടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂല. പിന്നെ റൂമുകളൊക്കെ നമുക്ക് എടുക്കുമ്പോൾ വലിയൊരു ഭാരം തോന്നൂല. അതൊക്കെ ഇപ്പോൾ നമ്മൾ എന്നും എടുക്കണത് തന്നെയാണ്, എന്നാലും വലിയൊരു ഭാരം തോന്നില്ല. അടുക്കളയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴാവും ഇല്ലേ ഓരോ പാത്രങ്ങളും കഴുകലും അത് അടുക്കി പെറുക്കി വെക്കലും ഒക്കെ പാടെ. അടുക്കളയേക്കാരം ലാസ്റ്റ്. പിന്നെ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാലും നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് ഒന്നും കൂടി ഒരു നമ്മളറിയില്ലേ കലാശക്കൊട്ട് എന്ന പോലെ ഒന്നും കൂടിയാണ് എല്ലായിടത്തും കൂടി ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ടെടുത്താൽ മാത്രം മതിയാവും. അപ്പം അങ്ങനെ ഇതിൻ്റെ മേലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വലിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടിരിക്കണം കേട്ടോ. ഇനി ഇതിന് വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തൊക്കെ നമുക്ക് ഇതൊക്കെ. അപ്പോൾ ഇത് നൂഹക്കുട്ടി ചെറിയതായിരുന്നു അന്നത്തെ ഈ മെത്തമ്മ വിരിച്ചൊരു ഷീറ്റ് ആയിരുന്നു. അതിനൊരു കേടുമില്ല കേട്ടോ ഇപ്പോഴും. അപ്പം ഞാനത് നല്ലോണം ഒന്ന് തുടച്ച് എടുത്തുങ്ങാണ്ട് അത് ആ റാക്കിൻ്റെ മേലെ വിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി കുറച്ചൊക്കെ ഒരു പൊടിക്കൊരു ഇതുണ്ടാവും. ടൈമ അടുക്കി പെറുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ടേ. അപ്പം അത് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അത് നമ്മളെ റാക്ക് ഫുള്ളും ഇല്ല. അപ്പോൾ ഞാൻ ഈ മെത്തൻ്റെ അടിയിൽ ഞാനൊരു കവർ ഇട്ടീനു. അത് മെത്ത കവർ തന്നെയായിരുന്നു. അതിൻ്റെ താഴെ അടിഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായില്ല, കാരണം ഇത് ഫ്ലൈവുഡാണ്. അപ്പം അതിങ്ങനെ ചില സമയത്ത് ഒരു പൂപ്പൽ പോലെ ഉണ്ടാകും. അപ്പോൾ നമ്മളെ മെത്തമ്മ അതിങ്ങനെ ആയ ഒരു കറുത്ത പാട് വരുമെങ്കിൽ ഞാനത് അവിടെ വെക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് വെട്ടി കറക്റ്റാക്കി എടുത്തുകൊണ്ട് അതും കൂടി അതിൻ്റെ മേലെ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ പിന്നെ ഗ്ലൂ ഗണ്ണും അതൊക്കെ ഓരോ പിരാന്തിന് വാങ്ങണതാട്ടോ. ഗ്ലൂ ഗണ്ണ് കാണുമ്പോൾ അത് വേണമെന്ന് അങ്ങനെ വാങ്ങിയതേനു. ഇതേപോലെ ഞങ്ങൾ എവിടെയോ ഒരു ബീച്ചിൽ ചെന്നപ്പോൾ കുറേ കക്ക, പൊന്നാനി ബീച്ചിലാണ് തോന്നുന്നുണ്ട്, അങ്ങനെ ചെന്നപ്പോൾ കക്ക ഉണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിന് കുറച്ച് വരി കൊണ്ട് വന്നാട്ടോ. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്തായാവോ പോയി തോന്നുന്നു. അപ്പം ജനൽ നല്ലോണം ഒന്ന് ചിലന്തിയൊക്കെ തട്ടി നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് തുടച്ചെടുക്കാം. ഇന്നിപ്പോൾ ആ ജനലും ഈ റൂമത്തെ കട്ടിലും വാതിലും ആണ് ഇന്നത്തെ. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ പണിയും തന്നെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിസ്കാരക്കുപ്പായം മോക്കനെയും പിന്നെ മുസല്ലിയൊന്നും ഒന്ന് കഴുകണില്ല കേട്ടോ. അത് നമ്മൾ രാവിലെ തന്നെ കഴുകിയിടണം. നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാകുമ്പോൾ രാവിലെ തന്നെ കഴുകിയിട്ടാലുള്ളൂ ശരിയാവുക. അപ്പം ഇന്ന് ഞാൻ രാവിലെ അതൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് അതിഞ്ഞ് നാളേക്കൊക്കെ മാറ്റി വെച്ചിരിക്കാം കേട്ടോ. അതന്നെ ഉള്ളൂ ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാക്കി വെച്ചിട്ട്. ബാക്കിയെല്ലാം ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കിയിരിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും തരാൻ മറക്കണ്ട. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്തുണ്ടാവും ഒരു ബെൽ ബട്ടൺ, അതും കൂടിയാണ് അമർത്തിക്കോളിട്ടോ. എന്നാൽ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസ് അപ്പക്കപ്പോഴും നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പം നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടി മറക്കണ്ട. അപ്പം അങ്ങനെ നമ്മളെ ജനലിൻ്റെ തുടപ്പുമൊക്കെ കഴിഞ്ഞു. ഞാൻ കട്ടിൽ അങ്ങോട്ട് നീക്കിയിടുമ്പോൾ ആ അരുകും കൂടി നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ നീക്കിയിടുക കട്ടിലെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇവിടേക്ക് നല്ല വെയിലിൻ്റെ ആ ഇതായിട്ടാണ് അവിടെ അങ്ങനെ നമ്മളൊരു മങ്ങൽ പോലെ നല്ല കുത്തുന്ന വെയിലാട്ടോ. അങ്ങോട്ട് നല്ലോണം വെയിൽ തട്ടും. അപ്പോൾ കണ്ടോ അവിടുത്തെ കർട്ടനൊക്കെ മാറ്റിയപ്പോഴേ ജനൽമേക്ക് വന്നിട്ട് ഇങ്ങോട്ട് അടിച്ചാണ്. നല്ല വെയിലാണ്. പിന്നെ നമ്മളിതിങ്ങനെ തുടച്ചൊക്കെ ഇട്ടാൽ പെട്ടെന്നുണ്ട് ഉണങ്ങാൻ. സ്കൂളില്ലാത്ത ദിവസം ഇതിനൊക്കെ നിന്നാൽ പണി ഏറെ കാരം. പിന്നെ നമ്മൾ ഒരു പണി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒപ്പം കൂടി എടുക്കാൻ ആളുണ്ടാവും. അപ്പം നമുക്ക് പണി കൂടും. ഇല്ലാത്ത ദിവസമാണെന്നുവെച്ചെങ്കിൽ ഓരോന്ന് എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ എടുക്കണതാണ്. ഓരോ റൂം ഇങ്ങനെ എടുത്തെടുത്ത് വന്നിട്ട് വേണം അടുക്കളയിലേക്ക് എത്തുമ്പോഴേ കാരം മടുക്കുക. പിന്നെ നമുക്ക് മല്ലി, മുളക്, പച്ചരി അതൊക്കെ ഒന്നും കൂടി വാങ്ങി പിന്നെ കഴുകി പൊടിച്ചണം. അതിനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കണം. അങ്ങനെയൊക്കെ പല പണികളും ഉണ്ട് കേട്ടോ. പിന്നെ തുണികൾ കുറേ അവിടെ ഇവിടെയൊക്കെ കിടക്കണതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ടൊക്കെ ഒന്ന് മടക്കി വേണ്ടാത്തൊക്കെ ഒന്ന് ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട്. നോമ്പാകുമ്പോഴത്തേന് എല്ലാം ഇങ്ങോട്ട് ഒതുങ്ങി നിന്നാലാണ് അതൊരു സുഖമാണല്ലോ. നോമ്പിന് അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കണുണ്ടാവും. ഭയങ്കര ദേഷ്യക്കാരം. നമുക്ക് പെട്ടെന്ന് പ്രഷർ കയറും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നനച്ചുള്ളിപ്പണിയാണ്. അപ്പം തുടങ്ങാത്തവരൊക്കെ ഇപ്പം തന്നെ തുടങ്ങിക്കോളി. ഇനി നോമ്പ് വരാനാവുമ്പോൾ അപ്പം എടുക്കാറിന് നിന്നാലേ ആകെ അങ്ങോട്ട് മടുത്ത് കുഴങ്ങും. പിന്നെ നോമ്പ് പിടിച്ചാനൊക്കെ തലോൽമ്പിനൊക്കെ പറയും നനച്ചുള്ളിപ്പണിൻ്റെ പിന്നെ ക്ഷീണം മാറിയിട്ടില്ല അറിയേണ്ടി വരും. അപ്പം ഇപ്പം തന്നെ തുടങ്ങിക്കോളി എല്ലാവരും. അപ്പം ജസ്റ്റ് ഒന്ന് കട്ടിലും കൂടി ഒന്ന് തുടച്ചിടട്ടെ എന്ന് എഴുതി. എന്താ വെച്ചാൽ നമ്മൾ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടിയാൽ കഴിഞ്ഞ് ഈ മെത്തൈമൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു നല്ല നനഞ്ഞ മുണ്ടല്ലാത്തൊരു ഒന്നും ഇങ്ങോട്ട് ഇതാക്കിയ ഒരു മുണ്ടും കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇമ്മയൊക്കെ എല്ലാ പൊടിയൊക്കെ പോയിക്കോട്ടെ. നനച്ചുളി എന്നല്ലേ പേര്. അപ്പം എല്ലായിടത്തും ആണ് നനഞ്ഞോട്ടെ. ഇപ്പം നനയാൻ എവിടെയും ബാക്കി വേണ്ട. അപ്പം അതും കഴിഞ്ഞു. ഇനി നമുക്ക് കർട്ടനൊക്കെ കേക്കിയിട്ടതൊക്കെ ഉണങ്ങിയിരിക്കണം. അതൊക്കെ പെറുക്കി കൊണ്ടുവരണം. അത് ഇടണം. പിന്നെ ഇതുമ്മക്കില്ലേ ബെഡ്ഷീറ്റ് അതും കേക്കിട്ടിക്കണ്. അതൊക്കെ കേക്ക് കൊണ്ടുവന്നത് ഇതുമ്മ വിരിച്ചണം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഇനി അടുത്തടുത്ത് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഡേ ആയിങ്ങാണ്ട് ഇങ്ങനെ ചെയ്യുക. അടുത്ത വീഡിയോസുകളൊക്കെ നനച്ചുള്ളിപ്പണിൻ്റെ ഒരു റൂമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി തറയും കൂടി ഒന്ന് തുടച്ച് കതകും തുടച്ച് എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ കതകൊക്കെ ഞാൻ എപ്പോഴും തുടക്കണോണ്ട് വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. ഈ നമ്മളെ പുറത്തേക്കുള്ള ഭാഗത്ത് കൂടി ഇല്ലീനൊക്കെ ഉള്ളൂ അങ്ങനെ പൊടി വരിക. റൂമിൽ കൂടി ഇല്ലതിനൊന്നും അങ്ങനെ വല്ലാതെ പൊടി വരില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുടക്കണോണ്ടേ അങ്ങനെ വല്ലാതെ അല്ല. അപ്പോൾ നമ്മളിനി കർട്ടനും കൂടി ഇടുകയാണ്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.